ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് അപ്പർ യമുന റിവർ ബോർഡ്, സിക്കിൾ സെൽ ഡിസീസ്, അയാട്ട, ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് ഓഫ് 1923, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് മെക്സിക്കോ. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പർ യമുന റിവർ ബോർഡിനെ കുറിച്ചാണ്. ഈ അപ്പർ യമുന റിവർ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഡൽഹിയിലൊക്കെ നടക്കുന്ന വലിയ രീതിയിൽ ഹീറ്റ് വേവും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ കുടിവെള്ള പ്രശ്നം അവിടെ നേരിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സുപ്രീം കോടതി സെൻട്രൽ ഗവൺമെന്റിനോട് അപ്പർ യമുന ബോർഡിന്റെ മീറ്റിംഗ് കൺവീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 12-നകത്ത് ഇതിനെ കുറിച്ചിട്ടുള്ളൊരു വാർത്ത നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ അപ്പർ യമുന ബോർഡ് എന്ന് പറയുന്നത് ബേസിക്കലി മിനിസ്ട്രി ഓഫ്, അതായത് യൂണിയൻ മിനിസ്ട്രി ഓഫ് ജൽശക്തിയുടെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാട്ടർ റിസോഴ്സസ്, റിവർ ഡെവലപ്മെന്റ് ആൻഡ് ഗംഗ റിജുവിനേഷൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിന്റെ കീഴിൽ വരുന്ന ഒരു സബോർഡിനേറ്റ് ഓഫീസാണ് ഇത്. 1994 ഈ യമുന റിവറിന്റെ പ്രധാനപ്പെട്ട കഴിവുകളും അതുപോലെ തന്നെ യമുന റിവറൊക്കെ കടന്നു പോകുന്ന അതിന്റെ സ്റ്റേറ്റുകളായിട്ടുള്ള, അല്ലെങ്കിൽ യമുന ഫ്ലോ ചെയ്യുന്ന സ്റ്റേറ്റുകളായിട്ടുള്ള ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാന്, അതുപോലെ തന്നെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി, അതായത് ഡൽഹി, ഈ പ്രദേശങ്ങളിലെ ചീഫ് മിനിസ്റ്റേഴ്സ് ചേർന്നുകൊണ്ട് ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് 1994 സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ റിവറിനകത്തുള്ള വാട്ടർ ഫ്ലോയുടെ അലോക്കേഷനും യൂട്ടിലൈസേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതായത് ഈ യമുന റിവറിലും അതുപോലെ തന്നെ യമുന റിവറിനകത്തുള്ള ഒരു ഓക്ല ബരാജ് എന്ന് പറയുന്ന ഒരു തടയണുണ്ട്, അവിടം വരെയുള്ള സർഫേസ് വാട്ടർ ഫ്ലോയുടെ അലോക്കേഷനും യൂട്ടിലൈസേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ MOUന്റെ അടിസ്ഥാനത്തിൽ 1995 ഈ മിനിസ്ട്രി ഓഫ് ജൽശക്തി ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുകയും ഒരു റെസൊല്യൂഷൻ ഇറക്കുകയും ആ റെസൊല്യൂഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബോർഡ് ഫോം ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി ഈ ബോർഡിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്, അതായത് ആക്ച്വലി ഈ പറയുന്ന 95 ആ റെസൊല്യൂഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബോർഡ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ റെസൊല്യൂഷൻ അനുസരിച്ച് ഈ ബോർഡിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്, ഈ ബോർഡിന്റെ ഒരു പാർട്ട് ടൈം ചെയർമാൻ എന്ന് പറയുന്നത് സെൻട്രൽ വാട്ടർ കമ്മീഷനിലെ ഒരു മെമ്പർ ആയിരിക്കും ഈ ബോർഡിന്റെ പാർട്ട് ടൈം ചെയർമാൻ. ഇനി ഇത് കൂടാതെ ഈ ബോർഡിനകത്ത് കുറെ പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ട്. ആ പാർട്ട് ടൈം മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ MOU സൈൻ ചെയ്തിട്ടുള്ള സംസ്ഥാനങ്ങൾ, അതായത് ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹരിയാന, രാജസ്ഥാന്, ഹിമാചൽ പ്രദേശ്, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഓരോ നോമിനീസ്. ആ നോമിനീസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചീഫ് എഞ്ചിനീയർ റാങ്കിലുള്ള ഒരു ആളായിരിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നോമിനീസ്, അതുപോലെ തന്നെ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയിൽ നിന്നുള്ള ഒരു ചീഫ് എഞ്ചിനീയർ, അതുപോലെ തന്നെ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോഡിയിൽ നിന്നുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ്, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോഡിയിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ് എന്നീ ആളുകളൊക്കെ ഇതിനകത്ത് പാർട്ട് ടൈം മെമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ ഈ ബോർഡിനകത്ത് ഒരു ഫുൾ ടൈം മെമ്പർ സെക്രട്ടറി ഉണ്ടാവും. അപ്പൊ ആ ഫുൾ ടൈം മെമ്പർ സെക്രട്ടറി ഒരിക്കലും ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരാളായിരിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഈ ബെനിഫിഷ്യറി സ്റ്റേറ്റിൽ നിന്നുള്ള ഒരാളായിരിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇനി ബോർഡിന്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, ഈ അപ്പർ യമുന റിവർ ബോർഡിന്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ പറയുന്ന യമുന റിവറിലുള്ള വാട്ടർ ഫ്ലോയുടെ അലോക്കേഷനെ റെഗുലേറ്റ് ദ അലോക്കേഷൻ ഓഫ് അവൈലബിൾ ഫ്ലോ. ഈ പറയുന്ന ബെനിഫിഷ്യറി സ്റ്റേറ്റിന്റെ ഇടയിൽ ഈ വെള്ളം അലോക്കേഷനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഇതിന്റെ റിട്ടേൺ ഫ്ലോസിനെ മോണിറ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഈ റിവറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സർഫേസ് വാട്ടറിന്റെയും ഗ്രൗണ്ട് വാട്ടറിന്റെയും ഒക്കെ കൺസർവേഷനെയും അപ്ഗ്രഡേഷനെയും ഒക്കെ മോണിറ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹൈഡ്രോ മെറ്റീരിയോളജിക്കൽ ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ വാട്ടർഷെഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ ഓവർസീ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഓവർവ്യൂ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഓക്ല ബരാജ് ഉൾപ്പെടെയുള്ള ഈ മേഖലയിലുള്ള മറ്റുള്ള എല്ലാ തരത്തിലുള്ള പ്രൊജക്റ്റുകളുടെയും റിവ്യൂവും അതുപോലെ തന്നെ പ്രോഗ്രസ്സും ഒക്കെ മോണിറ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളുടെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുകയും റിവ്യൂ ചെയ്യുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഈ അപ്പർ യമുന റിവർ ബോർഡിന്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി അപ്പർ യമുന റിവർ ബോർഡ് അവരുടെ ജോലികൾ കൃത്യമായിട്ട്, അവരുടെ ഫങ്ഷൻസ് കൃത്യമായിട്ട് ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അപ്പർ യമുന റിവ്യൂ കമ്മിറ്റി ഉണ്ട്. അതായത് ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് ജൽശക്തിയുടെ കീഴിൽ ഒരു
പ്രവർത്തിക്കുന്ന ഒരു അപ്പർ യമുന റിവ്യൂ കമ്മിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ അപ്പർ യമുന റിവ്യൂ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, അതായത് ഹിമാചൽ പ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചീഫ് മിനിസ്റ്റർമാർ, ഈ സംസ്ഥാനങ്ങളിൽ പ്രസിഡൻസ് റൂൾ ആണെങ്കിൽ അവിടുത്തെ ഗവർണർമാർ, അതുകൂടാതെ നേരത്തെ പറഞ്ഞ മിനിസ്റ്റർ ഓഫ് ജൽശക്തിയുടെ മിനിസ്റ്റർ ചെയർമാനുമായിട്ടുള്ള ഒരു അപ്പർ യമുന റിവ്യൂ കമ്മിറ്റി ഉണ്ടാകും. ആ റിവ്യൂ കമ്മിറ്റിയുടെ ജോലി എന്ന് പറയുന്നത് ഈ അപ്പർ യമുന റിവ്യൂ ബോർഡിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സിക്കിൾ സെൽ ഡിസീസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ സിക്കിൾ സെൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 14 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അതായത് ICMR ഇതിനുള്ളൊരു മെഡിസിൻ ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിച്ചതായിട്ടുള്ളൊരു വാർത്തയാണിത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിക്കിൾ സെൽ ഡിസീസ് എന്ന് പറയുന്നത് ബേസിക്കലി ഇതൊരു ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള, അതായത് തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്ന ഒരു ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽ ഡിസോർഡറുകളാണ് ഈ സിക്കിൾ സെൽ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഹീമോഗ്ലോബിനെ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസോർഡറും കൂടിയാണ് ഈ സിക്കിൾ സെൽ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിലൂടെ ഓക്സിജൻ ക്യാരി ചെയ്യുന്ന പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിക്കിൾ സെൽ ഡിസീസ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലുള്ള റെഡ് ബ്ലഡ് സെല്ലുകൾ നോർമലി ഒരു ഡോണറ്റിന്റെ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ഡിസ്ക് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അതിനകത്താണ് ഈ ഹീമോഗ്ലോബിൻ ഉള്ളത്. പക്ഷേ ഈ സിക്കിൾ സെൽ ഡിസീസ് വന്നു കഴിഞ്ഞാൽ ഈ റൗണ്ട് ഷേപ്പിലുള്ള, അതായത് ഈ പറയുന്ന ഒരു ഡിസ്ക് ഷേപ്പിലുള്ള റെഡ് ബ്ലഡ് സെല്ലുകൾ ഒരു സിക്കിൾ ഷേപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ക്രസന്റിന്റെ ഷേപ്പിലേക്ക് മാറും. അപ്പൊ ഇത് ഈ പറയുന്ന ഡിസ്ക് ഷേപ്പിലാവുന്ന സമയത്ത് നമ്മുടെ മേജർ ആർട്ടറീസിലൂടെയും അതുപോലെ തന്നെ വെയിൻസിലൂടെയൊക്കെ ഈ ബ്ലഡിന് ഫ്ലോ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. പക്ഷെ ഇത് ഒരു സിക്കിൾ ടൈപ്പായിട്ട് മാറുന്നതോടുകൂടി ഈ പറയുന്ന ബ്ലഡ് കൃത്യമായിട്ട് ഫ്ലോ ചെയ്യാത്ത ഒരവസ്ഥ വരും. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചും കൂടി സ്റ്റിക്കി ആയിട്ട് മാറും കൂടി ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബേസിക്കലി ഒരു ജനറ്റിക് മ്യൂട്ടേഷന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു മനസ്സിലാക്കി. ഓക്സിജനും കൃത്യമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും എത്താത്ത അവസ്ഥ വരും. അതിനെയാണ് നമ്മൾ സിക്കിൾ സെൽ ഡിസീസ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് അയാട്ടയെ കുറിച്ചാണ്. അപ്പോൾ അയാട്ടയെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഈ അയാട്ടയുടെ ഈ വർഷത്തെ ആനുവൽ മീറ്റിംഗ് നമ്മുടെ ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത്. ഇന്ത്യയിലുള്ള ഇൻഡിഗോ ആണ് ഇപ്രാവശ്യം അത് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ അയാട്ട എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ഒരു മീറ്റിംഗ് ഇന്ത്യയിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ളത് 1983-ലും 1958-ലുമാണ്. അപ്പോൾ ഒരു കഴിഞ്ഞൊരു 40 വർഷത്തിന്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ഈ അയാട്ടയുടെ ഒരു ആനുവൽ മീറ്റിംഗ് ഇന്ത്യയിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 13 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ അയാട്ട എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഏവിയേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സംഘടനയാണ്. ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ എന്നാണ്. അപ്പൊ ഈ ഏവിയേഷൻ സെക്ടറിൽ വരുന്ന ഒരു ട്രേഡ് അസോസിയേഷൻ ആണ് അയാട്ട എന്ന് പറയുന്നത്. ലോകത്തിലുള്ള എയർലൈൻസുകളുടെ ഒരു ട്രേഡ് അസോസിയേഷൻ ആണ് അയാട്ട എന്ന് പറയുന്നത്. ഇത് 1945-ലാണ് ഇത് ആരംഭിക്കുന്നത്. 1945 ക്യൂബയുടെ തലസ്ഥാനമായിട്ടുള്ള ഹവാനിയിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സംഘടന അവരുടെ പ്രവർത്തനം തുടങ്ങുന്നത് ഹവാനയിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഈ 2024 ഒരു അവസ്ഥയിൽ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലുള്ള 330ഓളം എയർലൈൻസുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സംഘടനയാണ് അയാട്ട എന്ന് പറയുന്നത്. ഏകദേശം 120 രാജ്യങ്ങളിൽ നിന്നായിട്ടാണ് ഈ 330 എയർലൈൻസ് ഉള്ളത്. അപ്പോൾ 120 രാജ്യങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ലോകത്തിന്റെ ടോട്ടൽ എയർ ട്രാഫിക്കിന്റെ 80% തൊട്ട് 85% വരെ കൺട്രോൾ ചെയ്യുന്നത് ഈ 120 രാജ്യങ്ങളിൽ നിന്നും 330ഓളം വരുന്ന എയർലൈൻസ് ആണ്. അപ്പോൾ ലോകത്തിന്റെ എയർലൈൻ സെക്ടറിനെ ടു എ ലാർജർ എക്സ്റ്റെന്റ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ട്രേഡ് അസോസിയേഷൻ ആണ് അയാട്ട എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നേരത്തെ 1919 ഉണ്ടായിരുന്ന ഒരു ഇന്റർനാഷണൽ എയർ ട്രാഫിക് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടനയുടെ, അത് ഹേഗിൽ വെച്ചാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ സംഘടനയുടെ ഒരു സക്സസർ ആയിട്ടാണ് അയാട്ടനെ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവരുടെ പർപ്പസ് എന്ന് പറയുന്നത്, ഈ അയാട്ട എന്ന് പറയുന്ന സംഘടന എന്ന് പറയുന്നത് ബേസിക്കലി ഇപ്പോൾ പല എക്സ്പേർട്സും പറയാറുള്ളത് ഒരു കാർട്ടൽ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാം. കാർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലയിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് ഫെയർ ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സംഘടനയായിട്ട് ഇത് മാറിയിട്ടുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് പറയാറുള്ളത് ഈ പറയുന്ന ഏവിയേഷൻ സെക്ടറിനകത്തുള്ള ഇന്റർ എയർലൈൻ കോപ്പറേഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആളുകൾക്ക് സേഫ് ആയിട്ടുള്ള, റിലയബിൾ ആയിട്ടുള്ള, സെക്യൂർ ആയിട്ടുള്ള, എക്കണോമിക്കൽ ആയിട്ടുള്ള എയർ സർവീസ് കൺസ്യൂമേഴ്സിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇന്റർ എയർലൈൻ കോപ്പറേഷൻ അല്ലെങ്കിൽ സഹകരണം
ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ അയാട്ട എന്ന് പറയുന്ന സംഘടന ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ എയർലൈൻസുകൾക്ക് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇവർ നടത്തുന്ന താരിഫ് കോൺഫറൻസുകളിലൂടെ, ഒരു താരിഫ് കോൺഫറൻസുകൾ നടക്കാറുണ്ട്, ആ താരിഫ് കോൺഫറൻസുകളിലൂടെ ഒരു യൂണിഫോം ആയിട്ടുള്ള പ്രൈസ് ഫിക്സിങ്ങും നടത്താറുണ്ട്. അപ്പോൾ അതൊരു ആന്റി കോമ്പറ്റീഷൻ കാര്യമായിട്ടാണ് ഈ പ്രൈസ് ഫിക്സിംഗ് എന്നുള്ളത് പറയാറുള്ളത്. കാരണം നമുക്ക് എല്ലാ എയർലൈൻസുകളും ഏകദേശം സിമിലർ ആയിട്ടുള്ള പ്രൈസാണ് അവരുടെ ടിക്കറ്റ്സിന് ഈടാക്കുന്നതെങ്കിൽ കൺസ്യൂമേഴ്സിന് ഇപ്പോൾ പറയുന്ന ഒരു നോർമലി ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റിനകത്ത് പ്രൈസ് കൂടും കുറയും ചെയ്യും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ കൺസ്യൂമേഴ്സിന് ചുരുങ്ങിയ ചിലവിൽ ബെറ്റർ സർവീസസ് കിട്ടും. ഇവിടെ അത് ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു കാർട്ടൽ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത്. ഇനി നിലവിൽ ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കാനഡയിലെ മോൺട്രിയലിലാണ്. ഇതുകൂടാതെ ഇവർക്ക് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് 1923 കുറിച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം, നമ്മുടെ ബ്രഹ്മോസ് എയറോസ്പേസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ ഉണ്ടാക്കുന്ന കമ്പനിയിലുണ്ടായിരുന്ന ഒരു എഞ്ചിനീയർക്ക് അയാൾ പാകിസ്ഥാന്റെ സംഘടനയായിട്ടുള്ള ISIക്ക് ഈ ബ്രഹ്മോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ചോർത്തി കൊടുത്തു എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. അത് നേരിട്ട് പോലീസിന്റെ അറസ്റ്റിലായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അയാൾക്ക് ഈ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് അനുസരിച്ച് ജീവപര്യന്തം തടവിന് അയാൾക്കെതിരായിട്ട് ശിക്ഷ വിധിച്ചതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിലും ഹിന്ദുവിലും ഒക്കെ വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 1923 ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ വലിയ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന ഒരു കൊളോണിയൽ എറ ലോ ആണ് ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് എന്ന് പറയുന്നത്. 1880 അവസാനത്തിൽ ബ്രിട്ടീഷുകാർ ഇതിന് സമാനമായിട്ടുള്ള കുറേ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ സക്സസർ ആയിട്ട് കണക്കാക്കുന്നതാണ് ഈ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് സീക്രട്സിനെ പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ എസ്പിയോണേജ്, നമ്മൾ ചാരപ്രവർത്തനം എന്ന് പറയുന്ന സംഭവത്തിനെ കൗണ്ടർ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യക്കെതിരായിട്ട് ശത്രു രാജ്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും, എനിമി സ്റ്റേറ്റ്സിനെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കൗണ്ടർ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം ഈ ഒഫീഷ്യൽ സീക്രട്സ് ആക്ടിനുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒഫീഷ്യൽ സീക്രട്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട്, അതായത് ഓതറൈസ്ഡ് പേഴ്സൺസിനല്ലാതെ, മറ്റുള്ള രാജ്യങ്ങളുമായിട്ടൊന്നല്ല, അത് ഓതറൈസ്ഡ് പേഴ്സൺസിനല്ലാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് ഈ നിയമത്തിൽ പറയുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ ഗവൺമെന്റിന്റെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സൈറ്റ്സും ഏരിയാസും ഒക്കെ ഉണ്ടാവും, ഇൻക്ലൂഡിങ് ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ കാര്യത്തിൽ ഈ ഇലക്ട്രിസിറ്റി സബ്സ്റ്റേഷൻസ് ഉണ്ടാവും റെസ്ട്രിക്റ്റഡ് ഏരിയാസ് ആയിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന അത്തരത്തിലുള്ള ഏരിയാസ് ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് സൈറ്റുകളെ അപ്രോച്ച് ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്യുക, ട്രസ്പാസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഒരു നിയമമാണ് ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ എനിമി സ്റ്റേറ്റുമായിട്ട്, ആ എനിമി സ്റ്റേറ്റിന് ഇന്ത്യക്കെതിരായിട്ട് ഏതെങ്കിലും തരത്തിൽ ഈ എനിമി സ്റ്റേറ്റിന് അഡ്വാൻറ്റേജ് കിട്ടുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്കെച്ചോ പ്ലാനോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ സീക്രട്ടിന്റെ മോഡലോ അല്ലെങ്കിൽ ഒഫീഷ്യൽ കോഡ്സോ പാസ്വേഡ്സോ ഇതൊക്കെ എനിമീസിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഈ ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിന്റെ വയലേഷൻ ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഈ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് അനുസരിച്ച് ഇതിനകത്ത് പറയുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നത് 3 വർഷം തൊട്ട് ലൈഫ് ഇംപ്രിസൺമെന്റ് വരെയാണ്. 3 വർഷം തൊട്ട് ജീവപര്യന്തം തടവ് വരെയാണ് വേരിയിങ് ആയിട്ടുള്ള ഒഫൻസസിന് പറയുന്ന ശിക്ഷ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ന്യൂസ് ആണ്. അത് മെക്സിക്കോ ആണ്. അപ്പോൾ മെക്സിക്കോയുടെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, മെക്സിക്കോയിൽ ഇപ്പോൾ റീസെന്റ് നടന്നിട്ടുള്ള പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ മെക്സിക്കോയിലെ ആദ്യത്തെ ഒരു വനിതാ പ്രസിഡന്റിനെ അവിടെ ഇലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മെക്സിക്കോ എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലെ സദേൺ പോർഷനിൽ കിടക്കുന്ന ഒരു രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള സ്പാനിഷ് സ്പീക്കിംഗ് രാജ്യം എന്ന് പറയുന്നത് മെക്സിക്കോ ആണ്. ഇപ്പോൾ ഈ സ്പാനിഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് നമ്മൾ സ്പെയിനുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യാറുള്ളതെങ്കിലും ലോകത്തിലെ ഏറ്റവും അധികം സ്പാനിഷ് സംസാരിക്കുന്ന ആളുകളുള്ളത് മെക്സിക്കോയിലാണ്. ഇനി ഇവരുടെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് മെക്സിക്കോ സിറ്റിയാണ്. ഇനി ഇവരുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മെക്സിക്കോയുമായിട്ട് കരമാർഗുള്ള അതിർത്തി, ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്നത് 3 രാജ്യങ്ങളാണ്. അവരുടെ എൻറ്റയർ നോർത്തേൺ ബോർഡർ എന്ന് പറയുന്നത് US-ഉമായിട്ടാണ്. ഇനി അവരുടെ സൗത്ത് ഈസ്റ്റ് ആയിട്ട് കിടക്കുന്ന ലാൻഡ് ബോർഡർ എന്ന് പറയുന്നത് ഗോട്ടിമാലയുമായിട്ടും അതുപോലെ തന്നെ ബെലീസ് എന്ന് പറയുന്ന മറ്റൊരു രാജ്യമായിട്ടാണ്. ഇനി സൗത്ത് ഈസ്റ്റിൽ ഈ പറയുന്ന ഗോട്ടിമാലയും ബെലീസും കൂടാതെ ഇവർക്ക് കരീബിയൻ സീയുമായിട്ട് മാരിടൈം ബോർഡറും ഉണ്ട്. ഇനി അത് കൂടാതെ ഇവരുടെ വെസ്റ്റേൺ സൈഡിൽ വരുന്നത് പസഫിക് ഓഷനും പസഫിക് ഓഷന്റെ ഭാഗമായിട്ടുള്ള ഗൾഫ് ഓഫ് കാലിഫോർണിയ ഒക്കെയാണ്. അതുപോലെ തന്നെ ഇവരുടെ ഈസ്റ്റേൺ സൈഡിൽ വരുന്നത് ഗൾഫ് ഓഫ് മെക്സിക്കോ ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ മെക്സിക്കോയുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റ് ചില പ്രധാനപ്പെട്ട ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ്. ഒന്ന്, ഈ മെക്സിക്കോയിൽ ഒരു
നോർത്ത് സൗത്ത് അല്ലെങ്കിൽ നോർത്ത് ടു സൗത്ത് ഈസ്റ്റ് എന്നുള്ള രീതിയിൽ റൺ ചെയ്യുന്ന 2 മൗണ്ടെയിൻസ് ഉണ്ട്. ഓക്കെ, അതിലൊന്നാണ് സിയറ മാദ്രെ ഓക്സിഡന്റൽ എന്ന് പറയുന്നതും അതുപോലെ തന്നെ സിയറ മാദ്രെ ഓറിയന്റൽ എന്ന് പറയുന്ന 2 മൗണ്ടെയിൻ റേഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു സിയറ നെവാഡ എന്ന് പറയുന്ന അല്ലെങ്കിൽ ട്രാൻസ് മെക്സിക്കൻ വോൾക്കാനിക് ബെൽറ്റ് എന്നറിയപ്പെടുന്ന ഒരു വോൾക്കാനിക് ബെൽറ്റും മെക്സിക്കോയിൽ ഒരു വെസ്റ്റ് ടു ഈസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ഇത്തരത്തിലുള്ള ഒരു വോൾക്കാനിക് ബെൽറ്റും കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.